അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്മാഉൽ ഹുസന പറയുന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞു, റഹ്മാൻ എന്ന നാമത്തിൻ്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു. ഈ ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കുമൊക്കെ ഗുണം ചെയ്യുന്ന ആളാണ് രക്ഷിതാവ് ആയ റഹ്മാനായ തമ്പുരാൻ. എന്നാൽ റഹീം എന്ന പദത്തിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകൾക്ക് മാത്രം പരലോകത്ത് ഒരുപാട് നിഅമത്തുകൾ ചെയ്യുന്നവനാണ് റഹ്മാനായ തമ്പുരാൻ. ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലുമൊക്കെ നമ്മൾ അറിഞ്ഞതനുസരിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് നിഅമത്തുകൾ, ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദത്തുൽ മുത്തഖീൻ. അങ്ങനെ ഒരുപാട് നിഅമത്തുകൾ, ധാരാളം നിഅമത്തുകൾ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ നിഅമത്തുകൾ വിശ്വാസികളായ ആളുകൾക്ക് മാത്രം നാളെ പരലോകത്ത് വെച്ച് നൽകുന്നവനാണ് എന്നാണ് റഹീം എന്ന പദം കൊണ്ടുള്ള ഉദ്ദേശം. മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് വല്ല അപകടമോ വല്ല അനിഷ്ടമായ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ, അങ്ങനെ ഒരു പേടി ഒരാൾക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവൻ 100 പ്രാവശ്യം യാ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമം അവൻ ചൊല്ലിയാൽ മതി എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സന്താനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, അതുപോലെ നമ്മുടെ മറ്റുള്ള ജീവിതോപാധികളൊന്നും നമുക്ക് സമാധാനം നമുക്ക് നൽകുന്നില്ല. നമുക്ക് മനസ്സിന് സമാധാനവും അതുപോലെ തന്നെ നമുക്ക് രക്ഷയുമൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ബന്ധം അത് നാം കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിനെ സദാ ഓർക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളെ തൊട്ടും എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.